ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ വ്ളോഗുമായിട്ടാട്ടോ. നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് ഇതുപോലെ ഒരു വ്ളോഗ് ഷെയർ ചെയ്യുന്നത്. അതുപോലെ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വ്ളോഗാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നാട്ടോ നമ്മൾ തിരിച്ച് UAE പോകുന്നതും. അപ്പോൾ ശരി, നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. പിന്നെ നാട്ടിൽ വന്നാൽ ഞാൻ അധികം കുക്കിങ്ങിലോട്ടൊന്നും ഇറങ്ങാറില്ല. അപ്പോൾ ഇത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഈ കാണുന്നത്. ബ്രേക്ക്ഫാസ്റ്റിന് കടലക്കറിയും ദോശയും പിന്നെ ചിക്കന് പെപ്പർ റോസ്റ്റുമാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ നമുക്കൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു, വീടിൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ പിന്നീട് ഷെയർ ചെയ്യേണ്ടത് ഇൻഷാ അല്ലാ. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ വോയിസ് ഓവറാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസങ്ങൾ എടുത്തിട്ടുള്ള വീഡിയോസൊക്കെ കേട്ടോ. അപ്പോൾ രാവിലത്തെ വിശേഷങ്ങളൊക്കെയാണ് ഇപ്പോൾ കാണുന്നത്. അതിനുശേഷം പിന്നെ പാക്കിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ. കാരണം എല്ലാം കൂടി എന്താ പറയുക, പോകുന്നതിന് തലേ ദിവസം റെഡിയാക്കുന്നതിൽ നല്ലത് കുറേശ്ശെ എടുത്ത് വയ്ക്കുന്നല്ലേ. ഇത് എൻ്റെ ഉമ്മ വറുത്തിട്ടുള്ളതാണ്, പൂരം വറുത്തത്. നമ്മുടെ ഇവിടെ പൂരം വറുത്തതെന്ന് പറയും. അവലൂസ് പൊടിയല്ല, അത് കുറച്ച് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇത് നമ്മുടെ ഇവിടെ പൂരം വറുത്തതെന്ന് പറയും കേട്ടോ. അപ്പോൾ ഇത് സ്പെഷ്യലായിട്ട് അരിയൊക്കെ വറുത്തിട്ട് ഉണ്ടാക്കുന്നതാണ്. നല്ല ടേസ്റ്റാണ്, ചായയിലൊക്കെ ഇട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. ഞാൻ ആദ്യം വിചാരിച്ചു ഇത് ഉണ്ടാക്കുന്ന സമയത്ത് വീഡിയോ ഒക്കെ എടുക്കണമെന്ന്. പക്ഷേ എൻ്റെ വീട്ടിൽ ഉമ്മ ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇത് ബീഫ്, ഇത് ഇക്കാടെ സിസ്റ്ററിൻ്റെ മോൾക്ക് കൊടുത്തയക്കാനുള്ള ബീഫാണ്. അപ്പം അവർ അത് നേരത്തെ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പാക്കിംഗ് ഒക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അത് ഫ്രീസ് ചെയ്ത് വെക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു മാസത്തോളമൊക്കെ നമുക്കത് കേടുകൂടാണ്ട് യൂസ് ചെയ്ത് ചെറിയ പാക്കാക്കിയിട്ടല്ല വെച്ചത്. അപ്പം അത് എല്ലാം കൂടി ചൂടാക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് കൊടുത്തയക്കാറ്. നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. അത് ഫ്രഷ് ആയിട്ട് നമുക്ക് അത് കഴിക്കുമ്പം ഫീൽ ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ പിന്നെ ഷെയർ ചെയ്യാം കേട്ടോ. UAE എത്തിയ ശേഷം ഷെയർ ചെയ്യുക. അതും വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നായിരുന്നു കേട്ടോ. ഇവിടെ ഫ്രീസറിൽ വെച്ചതായിരുന്നു. അത് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ. പിന്നെ ഇത് ഇവിടെ ഇക്കാട് ഉമ്മ ഉപ്പിലിട്ട് വെച്ചിട്ടുള്ള ഓർക്കാപ്പുളിയാണ്. നമ്മൾ ഇരുമ്പൻ പുളി എന്നൊക്കെ പറയും. അപ്പോൾ അത് ഞാൻ വെള്ളമൊക്കെ ഒഴിവാക്കിയിട്ട് അത് മാത്രം ഉപ്പിട്ട് വെച്ചതാണ്. അപ്പം അത് മാത്രം ആക്കിയിട്ടാണ് പാക്ക് ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇത് പാക്ക് ചെയ്യുന്നൊന്ന് കാണിക്കാമെന്നാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി ഞാൻ ഒരു സ്പെഷ്യൽ റെസിപ്പി കാണിച്ചു തരാം. സ്പെഷ്യൽ എന്ന് പറയാൻ പറ്റില്ല, എല്ലാവർക്കും അറിയുന്നതിന്. എനിക്കൊരു ചെമ്മീൻ അച്ചാർ ഉണ്ടാക്കുവാണ്. അപ്പോൾ 3 കിലോ ചെമ്മീൻ തൊളിച്ചപ്പം കിട്ടിയതാണ് ഇത്രയും ചെമ്മീൻ കേട്ടോ. അത് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി എല്ലാം കുറേശ്ശെ ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് അരമണിക്കൂർ വെച്ചു. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. ഏറ്റവും ബെസ്റ്റ് ഫ്രൈയിങ് പാനിൽ ഷാലോ ഫ്രൈ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനത് ഉരുളിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ തന്നെ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പം കുറഞ്ഞ എണ്ണയിൽ ഫ്രൈ ആക്കുന്നത് നല്ലത് കേട്ടോ. പിന്നെ ഭയങ്കരമായിട്ട് ക്രിസ്പായിട്ട് ഫ്രൈ ആക്കി എടുക്കരുത്, എന്നാൽ നല്ലോണം ഫ്രൈ ആവും വേണം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. എന്താ പറയുക, ഭയങ്കര ക്രിസ്പാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ആ ചെമ്മീനിലൊന്നും മസാല പിടിക്കില്ല. അതായത് നമ്മൾ അച്ചാറിൻ്റെ ആ ടേസ്റ്റൊന്നും ചെമ്മീനിൽ പിടിക്കില്ല. അപ്പോൾ 3 കിലോ ചെമ്മീൻ തൊലിച്ച് ക്ലീൻ ചെയ്ത് ഫ്രൈ ആക്കി കഴിഞ്ഞപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ കുറച്ചായിപ്പോയി. ഇതുകൊണ്ടായിരിക്കാം ചെമ്മീൻ അച്ചാറിനൊക്കെ നല്ല റേറ്റ് കേട്ടോ. അത്യാവശ്യം മെനക്കേടുണ്ട്, എന്നാൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആകെ കുറച്ചേ കിട്ടുകയുള്ളൂ. അപ്പം കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കടുകിട്ട് പൊട്ടിയ ശേഷം കറിവേപ്പില, ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ചെറിയൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വഴറ്റിയെടുക്കാൻ. ആ ഒരു പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുക്കുക. അതിനുശേഷം ഞാൻ അച്ചാർ പൊടി കുറഞ്ഞ വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അതൊക്കെ ഞാൻ കറക്റ്റ് പാകം ഞാൻ പറയുന്നില്ല, കാരണം ഒരു കൈക്കണക്കിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട്, പഞ്ചസാരയും ചേർക്കുന്നുണ്ട്. പഞ്ചസാര ഒരു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ചെമ്മീൻ ചേർത്ത് കൊടുത്തു. സത്യം പറഞ്ഞാൽ ഇത് തൊലിച്ചെടുക്കാൻ ഒരുപാട് സമയം എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അത് ഫ്രൈ ആക്കാനും സമയം എടുത്തു. പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അത് കുറച്ചുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്തെടുത്ത് ഇതിൽ കുറച്ച് പച്ചമാങ്ങ ഒക്കെ ചേർക്കാം കേട്ടോ. ഞാൻ പിന്നെ അതൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുത്തു. ആവശ്യത്തിനുള്ള അച്ചാർ പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അച്ചാർ പൊടി ചേർക്കുമ്പോൾ ഒന്ന് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ചേർക്കുക, അല്ലെങ്കിൽ വിനാഗിരിയിൽ മിക്സ് ചെയ്തിട്ട് ചേർക്കുക. അപ്പോൾ ഞാൻ കുറച്ച് വിനാഗിരിയിലും മിക്സ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് വീഡിയോയിൽ കറക്റ്റായിട്ട് കാണിക്കാൻ പറ്റിയില്ല, പെട്ടെന്ന് എടുത്തുകൊണ്ട് തന്നെ. പിന്നെ ചൂടാറിയ ശേഷമാണ് ഇതുപോലെ പാത്രത്തിൽ ഇട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഈ പാത്രമൊക്കെ എവിടുന്നാണ് വാങ്ങിച്ചെന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ വേറൊരു വീഡിയോയിൽ ഷെയർ ചെയ്യാം കേട്ടോ. അതിപ്പോൾ ഇതിൽ കാണിക്കാൻ വിട്ടുപോയതാണ്. പിന്നെ വിനാഗിരി ഒഴിക്കുന്നത് അത് കാണിക്കാൻ വിട്ടുപോയതാട്ടോ. കറക്റ്റായിട്ടുള്ള അളവ് ഒഴിക്കുന്നത് കാണിക്കാൻ വിട്ടുപോയതാണ്. പുളിക്ക് ആവശ്യത്തിനുള്ള വിനാഗിരി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ചൂടാറിയ ശേഷം വേണം ഇതുപോലെ എയർ ടൈറ്റുള്ള കണ്ടെയ്നറിൽ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചെമ്മീൻ അച്ചാർ റെഡിയായി.
അപ്പോൾ ഇനി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരുപാട് പേർക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടൊരു വീഡിയോ ആണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലൊരു വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഒരു ലൈവ് എക്സ്പീരിയൻസ് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഞാനിതാ വീണ്ടും ആസ്റ്റർ മിംസ് കോട്ടക്കലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം വൈകുന്നേരമാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് കേട്ടോ. കാരണം നമ്മുടെ ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻറ്റ് കിട്ടിയത് വൈകിട്ടായിരുന്നു. കോട്ടക്കൽ ആസ്റ്റർ മിംസിൽ അത്യാവശ്യം പോപ്പുലറായിട്ടുള്ള അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്നൊരു ഡോക്ടറാണ് ഡോക്ടർ തഹസിൻ നടുവഞ്ചേരി, അതുപോലെ തന്നെ ഡോക്ടർ സുഹൈൽ മുഹമ്മദ്. അപ്പോൾ ഇവർ രണ്ടുപേരുടെയും ഒരു ഇൻ്റർവ്യൂ ആണ്, ഒരു ലൈവ് സെഷൻ തന്നെയാണ് നമ്മളിന്ന് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വൈകിട്ട് ഒരു 6 മണി ആ സമയത്താണ് ഇവിടെ ആസ്റ്റർ മിംസിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡോക്ടർ ഒ പിയിലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ശരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വീഡിയോ അത്യാവശ്യം എനിക്ക് ഒരു സന്തോഷം നിറഞ്ഞൊരു വീഡിയോ ആണ്. ഇവരാട്ടോ ഡോക്ടർ തഹസിൻ സാറും അതുപോലെ ഡോക്ടർ സുഹൈൽ സാറും. അപ്പോൾ അവരോട് കുറച്ച് നേരം സംസാരിക്കാൻ പറ്റിയെന്ന് പറയുമ്പം വല്ലാത്തൊരു മൊമെൻ്റ് തന്നെയാണ്. കാരണം തഹസിൻ ഡോക്ടർ എന്ന് പറയുമ്പം നമ്മുടെ ഇവിടെയൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ഡോക്ടറാണ്. അത്യാവശ്യം നമ്മുടെ ഫാമിലിയിലൊക്കെ ഈ ഒരു ഡോക്ടർ അവരുടെ ഒരു പേര് അറിയുന്നുണ്ടാവും. അതുപോലെ തന്നെ സുഹൈൽ മുഹമ്മദ് സാറും 2 ഡോക്ടേഴ്സും കോട്ടക്കൽ ആസ്റ്റർ മിംസിലെ സീനിയർ കൺസൾട്ടൻറ്റ് ഇൻ്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റുകളാണ്. അപ്പോൾ ഇതിനകത്ത് കയറണമെങ്കിൽ അവരുടെ ഡ്രസ്സും കോട്ടൊക്കെ യൂസ് ചെയ്യണം. അപ്പോൾ അതൊക്കെ ഇടുവാണ്. അപ്പം നിങ്ങളുമായിട്ട് ഇപ്പം ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്ന് സ്ത്രീകളിൽ കണ്ടുവരുന്ന ഒരു കോമൺ ആയിട്ടുള്ള പ്രശ്നമാണ് ഫൈബ്രോയിഡ് മുഴകളുടെ പ്രശ്നം. അപ്പോൾ അത് കൂടുതൽ പേരും സർജറിക്കാണ് പോകുന്നത്. അപ്പോൾ സർജറി ഇല്ലാത്ത ഒരു ബെസ്റ്റ് ട്രീറ്റ്മെൻ്റ് ആണ് ഇന്ന് നിങ്ങളുമായിട്ട് ലൈവായിട്ട് കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു, ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശരിക്കും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുന്നത്. അതുപോലെ ഇത്രയും ഡോക്ടേഴ്സിനോടൊക്കെ സംസാരിക്കുന്നത്. അവിടെയുള്ള അവരുടെ ഫുൾ ടീം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഭയങ്കര ഡൗൺ ടു എർത്ത് ആൾക്കാരായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊരു കൂളായിട്ട് വന്നു. പിന്നെ അതിന് ശേഷമാണ് പിന്നെ അതിനകത്തൊക്കെ കയറിയത് കേട്ടോ. പിന്നെ തഹസിൻ ഡോക്ടറാണെങ്കിലും ഭയങ്കര കൂളായിട്ടായിരുന്നു സംസാരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ കുറേയൊക്കെ ഒന്ന് റിലാക്സ്ഡായി. അതിന് ശേഷമാണ് പിന്നെ നമ്മളകത്ത് കയറുന്നത്. പിന്നെ എൻ്റെ കൂടെ ഇക്കാൻ്റെ ബ്രദറിൻ്റെ മോളും കൂടി ഉണ്ട് അകത്ത് കയറാൻ വേണ്ടിയിട്ട്. അവൾ ഒരു MBBS സ്റ്റുഡൻ്റ് ആണ്. അപ്പം അവൾക്കൊരു ലൈവ് എക്സ്പീരിയൻസും കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അവളെ എൻ്റെ കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ റീനു പിന്നെ പുറത്തിരിക്കുന്നുണ്ട്. എല്ലാവരും കൂടി അകത്ത് വെറുതെ കയറണ്ടല്ലോ. അപ്പോൾ നമുക്ക് അകത്ത് കയറിയിട്ട് ട്രീറ്റ്മെൻറ്റ് വിവരങ്ങളൊക്കെ ചോദിച്ചറിയാം. ട്രീറ്റ്മെൻറ്റൊക്കെ നേരിട്ട് കാണുകയും ചെയ്യാം. ഈ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ പേര് UFE എന്നാട്ടോ, യൂട്രൈൻ ഫൈബ്രോയിഡ് എംബ്ലോയിസേഷൻ എന്നാണ്. അപ്പം കൂടുതൽ വിവരങ്ങൾ നമുക്ക് തഹസിൻ ഡോക്ടർ തന്നെ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് നമുക്ക് വീഡിയോയിൽ ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ലൈവായിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കേൾക്കാമല്ലോ. എങ്ങനെയൊക്കെയാണ്, എത്ര സമയം എടുക്കുന്നുണ്ട് എന്നുള്ളത് അറിയുകയും ചെയ്യാം. കുറഞ്ഞ സമയത്തിൽ ചെയ്യുന്നൊരു ട്രീറ്റ്മെൻറ്റാണത്. 90% സക്സസ് റേറ്റ് ഉള്ളൊരു ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ ബാക്കിയൊക്കെ നമുക്ക് സർ പറഞ്ഞുതരും. നമ്മളിന്ന് ഫൈബ്രോയിഡ്സിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതാണ് കാണിക്കാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ സാധാരണ ഫൈബ്രോയിഡ് ഉണ്ടാകുമ്പോൾ സ്ത്രീകൾക്ക് മെൻസസിൻ്റെ സമയത്താണ് പ്രശ്നങ്ങൾ കാണുക. അതായത് ബ്ലീഡിങ് കൂടുതലുണ്ടാവും, വയറ് വേദന ഉണ്ടാവും. അതേപോലെ തന്നെ മെൻസസിൻ്റെ സമയത്ത് ഭയങ്കര വയറ് വീർത്തമാതിരി കാല് വേദന, ഇതൊക്കെയാണ് സാധാരണ കാണുക. വലിയ ഫൈബ്രോയിഡൊക്കെ ആണെങ്കിൽ ടോയ്ലറ്റ് പോകാനൊക്കെ പ്രയാസം, അങ്ങനെയൊക്കെയാണ് സാധാരണ കാണുക. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ അവർ സാധാരണ സ്കാൻ എടുക്കും. സ്കാൻ എടുത്ത് കഴിയുമ്പോൾ ഫൈബ്രോയിഡാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ മെഡിസിൻ കൊടുത്തു നോക്കും. അപ്പോൾ പലപ്പോഴും മെഡിസിൻ വർക്കാവില്ല. അപ്പോൾ മെഡിസിൻ വർക്കാവുന്നില്ലെങ്കിൽ പിന്നെ സാധാരണ മുമ്പുണ്ടായിരുന്ന ഓപ്ഷൻ യൂട്രസ് മൊത്തം ഫൈബ്രോയിഡ് കൂടിയിട്ട് എടുത്ത് കളയുക, അതല്ലെങ്കിൽ ഫൈബ്രോയിഡ് മാത്രം എടുത്ത് കളയണ സർജറി ചെയ്യുക. രണ്ടാണെങ്കിലും സർജറിയാണ്. അപ്പോൾ പലപ്പോഴും എന്താ സംഭവിക്കുക വെച്ചാൽ സർജറി പറയുമ്പോൾ ആൾക്കാർക്ക് പേടിയാവും. പിന്നെ അവരൊന്നും ചെയ്യില്ല, അവർ സർജറിയും ചെയ്യില്ല. എന്നാൽ ഈ കഷ്ടപ്പാട് കൊണ്ട് അവരുടെ ലൈഫിൻ്റെ ക്വാളിറ്റി മുഴുവൻ പോകും. അതായത് ബ്ലീഡിങ്ങും വയറുവേദനയും പ്രയാസമൊക്കെ ആയിട്ട്, ഇപ്പോൾ രക്തക്കുറവ്, പിന്നെ കിതപ്പ്, ശ്വാസം മുട്ട്, ഇതൊക്കെ ഇങ്ങനെ അതിൻ്റെ പിന്നാലെ വരും. പിന്നെ മാത്രമല്ല ഇത് വരുന്നത് ഒരു 30 വയസ്സിൻ്റെ 50 വയസ്സിൻ്റെ ഇടയിലാണ്. അപ്പോൾ ആ സമയത്താണ് അവനവൻ്റെ കാര്യം നോക്കണം, ഹസ്ബൻഡിൻ്റെ കാര്യം നോക്കണം, കുട്ടികളുടെ കാര്യം നോക്കണം, ചിലപ്പോൾ പാരൻസും ഉണ്ടാവും, അവരുടെ കാര്യം നോക്കണം. ഇതൊക്കെ കൂടി നോക്കുമ്പോൾ അവർക്ക് ഇതുകൊണ്ട് എത്തൂല്ല. അപ്പോൾ ആ സമയത്ത് ഇവരെ രക്ഷപ്പെടുത്തുന്ന ഏറ്റവും നല്ലൊരു പ്രൊസീജിയറാണ് ഈ ഫൈബ്രോയിഡ് എംബലൈസേഷൻ എന്ന് പറഞ്ഞാൽ. ഇതിൽ നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ചാൽ കയ്യിലൊരു ചെറിയ ട്യൂബ് കടത്തിയിട്ട് ഫൈബ്രോയിഡിൻ്റെ രക്തക്കുഴൽ, യൂട്രസിൻ്റെ ഇതിൽ ഫൈബ്രോയിഡിലേക്ക് രക്തം കൊടുക്കുന്ന രക്തക്കുഴലിൽ ഒരു ട്യൂബ് എത്തിച്ചിട്ട് അവിടെ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കും. അത് കൊടുത്തു കഴിയുമ്പോൾ ഫൈബ്രോയിഡിലേക്കുള്ള രക്തോട്ടം നിൽക്കും. ഫൈബ്രോയിഡിൻ്റെ രക്തോട്ടം നിൽക്കുമ്പോൾ ഫൈബ്രോയിഡ് ചുരുങ്ങി വരും. ഫൈബ്രോയിഡ് ചുരുങ്ങുന്നതോട് കൂടിയിട്ട്
ഈ ബുദ്ധിമുട്ട് മാറുകയും ചെയ്യും. അപ്പോൾ സർജറി ഇല്ലാണ്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. ആ പ്രൊസീജിയറിനെ കുറിച്ചാണ് അതാണ് നമ്മളിന്ന് കാണിക്കുക. എന്നെപ്പോലെ കുറേ വ്യൂവേഴ്സിന് ഇപ്പം സാർ ഇങ്ങനെ പറയുമ്പോൾ ഒരു ഡൗട്ടായിരിക്കും, ഇതിൻ്റെ സക്സസ് റേറ്റ് ഇപ്പോൾ എത്രയുണ്ടാവും? 90%. അതായത് 10 ആൾക്ക് നമ്മൾ ഈ സിംറ്റംസ് ഉള്ള 10 ആൾക്ക് ഈ പ്രൊസീജിയർ ചെയ്താൽ 9 ആൾക്കും മാറും, കംപ്ലീറ്റ് ആയിട്ട് മാറും. ഇത് ഓൾറെഡി ഇപ്പം സാർ ഇവിടെ ചെയ്തിട്ടുണ്ട്. നമ്മൾ 2000 കേസായിട്ട് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ എംബിളൈസേഷൻ ചെയ്യുന്ന ഒരു സെൻ്ററാണ് ആസ്റ്റർ മിംസ് കോട്ടക്കൽ. എത്ര വർഷമായി? നമ്മൾ 5 വർഷമായിട്ട് നമ്മളോട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ വളരെ അപൂർവം സെൻറ്ററിൽ കയ്യിലൂടെ ചെയ്യുള്ളൂ. നമ്മൾ കയ്യിലൂടെയാണ് കുറേ വർഷങ്ങളായിട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താ ഗുണം വെച്ചാൽ പ്രൊസീജിയർ കഴിഞ്ഞ ഉടനെ തന്നെ പേഷ്യൻ്റ് നടക്കാം, ടോയ്ലറ്റിൽ പോകും. 15 മിനിറ്റോട് കഴിയും സാധാരണ. നമുക്ക് നോക്കാം, കാണാം. അപ്പം പ്രൊസീജിയർ ചെയ്യുന്നത് എൻ്റെ കൊളീഗ് ഡോക്ടർ സുഹൈലാണ്. എൻ്റെ കൂടെ ഡോക്ടർ റോയ് ഉണ്ട്, ഡോക്ടർ ജെനു ഉണ്ട്, ഡോക്ടർ ഗഗൻ എന്ന് പറഞ്ഞിട്ട് ഡോക്ടറും കൂടെ ഉണ്ട്. അങ്ങനെ കാർഡിയോളജിസ്റ്റും ഡോക്ടർ മുസ്തഫയുണ്ട്. അങ്ങനെ ഞങ്ങളൊരു 6 പേരുണ്ട്. അങ്ങനെ ആരും മാറിയിട്ടാണ് നമ്മൾ ചെയ്യുക ആസ് എ ടീം. ഞാൻ ഡോക്ടർ തേസൻ നെടുവഞ്ചേരി. ഞാൻ ഡോക്ടേഴ്സിനെ എല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്തു. നോക്കാം, തുടങ്ങാം. ശരി. അപ്പോൾ നമ്മളിതിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല കയ്യിലൂടെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ പേഷ്യൻറ്റിൻ്റെ കയ്യിൽ നമ്മളൊരു ചെറിയ ട്യൂബുമായിട്ടൊരു സാധനം ഇട്ടിട്ടുണ്ട്. കാണുന്നുണ്ടോ ഇവിടെ? അത് രക്തക്കുഴലിൻ്റെ ഉള്ളിലേക്ക് ആണ് ഇട്ടിരിക്കുന്നത്. ഇതൊരു 2 മിനിറ്റിൻ്റെ പണിയാണ്. ഇനി അതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ഈ ഒരു ട്യൂബ് കണ്ട കറുപ്പ്, ഈ കറുപ്പ് ട്യൂബിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ ട്യൂബ് ആ രക്തക്കുഴലിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറ്റുകയാണ്. അപ്പോൾ കയറി ഇനി ആ ട്യൂബ് നമുക്ക് കാണുന്നില്ലല്ലോ അതിൻ്റെ അറ്റം. അപ്പോൾ ഈ മെഷീൻ വെച്ചിട്ട് ഇത് എക്സ്റേ ആണ്, ഇത് വെച്ചിട്ട് നമ്മൾ ആ ട്യൂബിനെ ഫോളോ ചെയ്യാണ്. ഇനി ആ എക്സ്റേ നമ്മൾ ഓൺ ആക്കുമ്പോൾ നമുക്ക് ആ ട്യൂബ് അവിടെ കാണാം, ആ ഇതിൽ കാണാം, സ്ക്രീനിൽ കാണാം. ഇനി ആ സ്ക്രീനൊന്ന് നോക്കൂ, ഞാൻ അങ്ങോട്ട് വരാം. ഇപ്പം ഇവിടെ ഒരു ട്യൂബ് വരുന്ന കണ്ടില്ലേ? നമ്മൾ നേരത്തെ വിട്ട ട്യൂബാണ് വന്നിരിക്കുന്നത്. ഇതിപ്പോൾ ഏകദേശം വയറിൻ്റെ അവിടെ എത്തി, യൂട്രസിൻ്റെ അടുത്ത് എത്തിയത് ട്യൂബ് കണ്ടില്ലേ? ഈ കറുപ്പ് ട്യൂബ്. അപ്പോൾ അത് കയ്യിലൂടെ പോയിട്ട് ഇപ്പോൾ യൂട്രസിൻ്റെ അടുത്തത്. ഇനി അത് യൂട്രസിൽ തന്നെയാണോ നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കും. ഇതാ ഇപ്പോൾ യൂട്രസിൻ്റെ രക്തക്കുഴലിൻ്റെ ഉള്ളിൽ അതെത്തി. ഇത് യൂട്രസിൻ്റെ രക്തക്കുഴലാണ് ഈ കാണുന്നത്, ഈ ചുരുണ്ട് കൂടിയിട്ട്. അപ്പോൾ നമ്മളൊരു ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ കാണാം. ഇത് ഫൈബ്രോയിഡിലേക്കുള്ള രക്തോട്ടാണ് ഈ കാണുന്നത്. ഇവിടെ ചെറിയ രക്തക്കുഴലുകൾ കാണുന്നില്ലേ? ആ ചെറിയ രക്തക്കുഴലൊക്കെ ഫൈബ്രോയിഡിൻ്റെ ഉള്ളിലേക്കുള്ള രക്തോട്ടാണ് കാണുന്നത്. ഓക്കെ. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു മരുന്നുണ്ട്, PVA പാർട്ടിക്കിൾസ് എന്നാണ് പറയാം. ആ PVA പാർട്ടിക്കിൾസ് എടുത്തിട്ട് അതാണ് ഇവിടെ മിക്സ് ചെയ്യണേ. ഇവിടെ കാണാം. ഇത് അതിലേക്ക് മിക്സ് ചെയ്തിട്ട് നമ്മൾ ആ ട്യൂബിൻ്റെ ഉള്ളിലൂടെ ഇഞ്ചെക്റ്റ് ചെയ്യാണ്. മിക്സ് ചെയ്ത് വന്നാൽ നമുക്ക് ആ സിറിഞ്ചിൽ കാണാൻ പറ്റും അത്. അപ്പോൾ ആ ചെറിയ പാർട്ടിക്കിൾസ് പോയിട്ട് ഈ ഫൈബ്രോയിഡിൻ്റെ രക്തോട്ടം ബ്ലോക്ക് ആക്കുക ചെയ്യാം. ഒന്ന് കാണിച്ചു കൊടുക്കും. അതിൽ കുറേ ഒരു തരി പോലെ ഇത് കാണുന്നില്ലേ? ഓക്കെ. ഇനി അത് ഇഞ്ചെക്റ്റ് ചെയ്യാണ് ചെയ്യണത്. ഇപ്പോൾ നമ്മൾ ആ കയ്യിൽ ആ ഇഞ്ചക്ഷൻ കൊടുത്തു തുടങ്ങി. അപ്പം മരുന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ആ യൂട്രസിൻ്റെ രക്തക്കുഴലിൻ്റെ ഉള്ളിൽ പോയിട്ട് ഈ ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ അത് ഫൈബ്രോയിഡിൻ്റെ രക്തോട്ടത്തിന് പോയി നിർത്തുകയാണ്. നിന്ന് കഴിയുമ്പോൾ ഫൈബ്രോയിഡ് ചുരുങ്ങും. 2 സൈഡിലുണ്ട്, വലത്തെ സൈഡിലും ഇടത്തെ സൈഡിലും 2 രക്തക്കുഴലുണ്ട്. അപ്പോൾ 2 രക്തക്കുഴലും നമ്മൾ ഇഞ്ചക്ഷൻ കൊടുക്കണം. അത് കൊടുത്തു കഴിഞ്ഞാൽ പേഷ്യൻറ്റിന് ആദ്യത്തെ ഒരു ദിവസം ഇപ്പോൾ ഒരു 10-12 മണിക്കൂർ വയറുവേദന പോലെ ഉണ്ടാവും. കാരണം ബ്ലഡ് കിട്ടാതെ ഫൈബ്രോയിഡ് നശിക്കണ പെയിൻ. അപ്പോൾ നമ്മൾ അഡ്മിറ്റ് ചെയ്തൊരു ഇഞ്ചക്ഷൻ കൊടുക്കും. പിറ്റേ ദിവസം ഉച്ചയാകുമ്പോഴേക്കും ആൾ റെഡിയാവും. പിറ്റേ ദിവസം വീട്ടിൽ പോകും. നാളെ വീട്ടിൽ പോകാം. നാളെ വീട്ടിൽ പോയാൽ നാളെ മുതൽ തന്നെ എല്ലാം ചെയ്യാം. റെസ്റ്റ് വേണ്ട. അപ്പോൾ അതിൽ ഈ സർജറി ആയിട്ട് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, സർജറിയിൽ നമ്മൾ അനസ്തീസിയ കൊടുക്കണം. ഇതിൽ അനസ്തീസിയ വേണ്ട. പേഷ്യൻ്റ് കോൺഷ്യസ് ആണ്, സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ ചെറിയ ഇവിടെ തരിപ്പിക്കും. വേറൊരു പെയിൻ ഉണ്ടാവില്ല. ഇവിടെ ചെറിയ ഒരു കുത്തുന്ന സ്ഥലത്ത് മാത്രം തരിപ്പിക്കും. അതേപോലെ അത്ര തന്നെയുള്ളൂ. അപ്പോൾ നമ്മൾ അതൊന്നും അനസ്തീസിയ വേണ്ട. 2, ഇപ്പോൾ ഈ പ്രൊസീജിയറിന് പേഷ്യൻ്റ് ഇന്ന് വന്നതാണ്. ഇന്ന് ഈ പ്രൊസീജിയർ കഴിഞ്ഞാൽ ICU ഇല്ല, നേരെ റൂമിലേക്കാണ് പോവാം. റൂമിൽ പോയി നാളെ ഉച്ചയാകുമ്പോഴേക്കും പേഷ്യൻ്റ് വീട്ടിൽ പോകാം. നാളെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നാളെയോ മറ്റന്നാളോ മുതൽ അവർക്ക് അവരുടെ എല്ലാ വർക്കും ചെയ്യാം. റെസ്റ്റിൻ്റെ ആവശ്യം വരുന്നില്ല. ഒരു സൈഡ് പ്രൊസീജിയർ കഴിഞ്ഞു. അറിയില്ല, അതാണ് പ്രശ്നം. ഇതെന്താ വെച്ചാൽ പ്രൊസീജിയർ ഇത്ര എളുപ്പമാണെന്ന് അറിയാതെ സർജറിനെ പേടിച്ചിട്ട് ഈ ബ്ലീഡിങ്ങും കാര്യങ്ങളും അവർ സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആവശ്യമില്ല. അവർക്ക് പെട്ടെന്ന് തീർത്ത് റെഡിയാക്കി വീട്ടിൽ പോകാൻ പറ്റും. പിന്നെ ഇത് കഴിഞ്ഞാൽ യൂട്രസ് നിലനിൽക്കണുണ്ട്. പ്രഗ്നൻസി വേണ്ട ആൾക്കാർക്ക് പിന്നെ പ്രഗ്നൻ്റ് ആവാൻ പറ്റും, കുഴപ്പമില്ല. അതേപോലെ ഇപ്പം ഇതിലിപ്പോൾ നമ്മൾ തുന്നലൊന്നുമില്ല. ട്യൂബ് എടുത്തു കഴിഞ്ഞാൽ അവിടെ വലിച്ചൊട്ടിക്കോളും. സ്റ്റിച്ചില്ല, സ്റ്റിച്ച് പഴുക്കുന്ന പ്രശ്നങ്ങളില്ല, മേല് പാടുകളില്ല. എൻ്റെ ഫാമിലിയിൽ എൻ്റെ ഉമ്മാക്ക് ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ്. എൻ്റെ ഉമ്മാക്കും കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് നന്നായിട്ട് അറിയാം. ഭയങ്കര കഷ്ടപ്പെടാം. കാരണം ഞാൻ MBBS പഠിച്ച് ഒരു MBBS പഠിച്ച് തുടങ്ങണം. MBBS ജോയിൻ ചെയ്ത കൊല്ലാണ് ഉമ്മാക്ക് ഹിസ്റ്റക്ടമി വേണം. അപ്പോൾ MBBS കയറണ തന്നെ നമുക്ക് ഭയങ്കര സ്ട്രെസ്സാണ്. അതിൻ്റെ ഇടയിൽ കൂടി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഉമ്മ കിടക്കുകയാണ്.
ഒന്ന് ശരിയായി കിട്ടാൻ ഒരു മാസത്തിന് മേലെടുത്ത്. അപ്പോൾ ആ ഒരു പ്രയാസം പേഷ്യൻസിന് വരില്ല, എളുപ്പത്തിൽ കഴിയും. അപ്പോൾ ആകെയുള്ളൊരു കോൺസെപ്റ്റ് എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ എല്ലാ ടെക്നോളജിയും ഭയങ്കര ഫാസ്റ്റ് അല്ലേ. ഇപ്പോൾ നമ്മളെ ഫോൺ ഒരു 10 കൊല്ലം മുമ്പത്തെ ഫോണല്ലല്ലോ ഇപ്പം. പണ്ട് അൽക്കാട്ടൽ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പട്ടിനെ അറിയാൻ പറ്റുന്ന പോലത്തെ ഫോണും കൊണ്ടല്ല നമ്മൾ നടന്നത്. ഇപ്പം എന്താ ചെറിയ കുട്ടി ഫോൺ. അപ്പോൾ അത്രയും ഡെവലപ്പായി. അതേപോലെ മെഡിസിനും ഡെവലപ്പ് ആകുന്നുണ്ട്. അപ്പോൾ പണ്ടത്തെ ടെക്നിക്ക് ഇല്ലാണ്ട് തന്നെ നമുക്ക് പഴയ അസുഖങ്ങൾ നന്നായിട്ട് ചികിത്സിക്കാനുള്ള സൗകര്യങ്ങൾ ഇപ്പം ഉണ്ട്. ആ ഒരു സൗകര്യത്തിൽപ്പെട്ടാണ് ഈ ഫൈബ്രോയിഡ് എംബോളൈസേഷൻ. പേഷ്യൻറ്റ് പേടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ കുറേ പേടിയാണ്, പേടിക്കേണ്ട ആവശ്യമില്ല. കോൺഷ്യസ് ആണ്, അനസ്തീസിയ ഇല്ല, കുറേ ആൾക്കാർക്ക് മയക്കല പേടി, മയങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എണീക്കോ, ഇതൊക്കെയാണ് കുറേ ആൾക്കാർ. ഇതിൽ ആ പരിപാടിയേ ഇല്ലാത്തതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇപ്പം പ്രൊസീജിയർ ഇപ്പോൾ സാധാരണ നമ്മളൊരു പ്രൊസീജിയർ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് 15 മിനിറ്റിനുള്ളിൽ മാക്സിമം പ്രൊസീജിയർ കഴിയും. അത് കഴിഞ്ഞാൽ ട്യൂബ് ഊരി നേരെ നമ്മൾ വീട്ടിൽ റൂമിലേക്ക് പോവുകയും ചെയ്യാം. ഇപ്പോൾ നമ്മളിപ്പം മറ്റേ സൈഡ് ഒരു സൈഡ് കഴിഞ്ഞു, നമ്മൾ ഈ പറഞ്ഞ് നിൽക്കുന്ന സമയം കൊണ്ട് തന്നെ വലത്തെ സൈഡ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇടത്തെ സൈഡ് ഇപ്പോൾ ഏകദേശം കഴിയാറായി. ഇപ്പോൾ അവിടെ ഇഞ്ചക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതും കൂടി കഴിഞ്ഞ ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നമ്മൾ തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര മിനിറ്റ് 7 മിനിറ്റ് അല്ലേ ഉള്ളൂ. പ്രൊസീജിയർ കഴിഞ്ഞു. ഇനിയിപ്പോൾ ആ ട്യൂബ് ഊരിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഇത്ര സമയം കൊണ്ട് ഫൈബ്രോയിഡ് എംബോളൈസേഷൻ ഈ വലിയൊരു വർഷങ്ങളായിട്ട് കഷ്ടപ്പെട്ട് സഹിച്ചിരുന്ന ഒരു സാധനം 10 മിനിറ്റ് 15 മിനിറ്റ് കൊണ്ട് തീർത്ത് ശരിയാക്കാൻ പറ്റും. അതാണ് ഈ പ്രൊസീജിയർ. എന്നാൽ ആർക്കും അറിഞ്ഞുകൂടാ ഇതിന്. ഒന്നാമതെന്ന് വെച്ചാൽ നമ്മൾ ആ MBBS പഠിക്കുന്ന കാലത്ത് തന്നെ നമ്മളും പഠിക്കുന്നില്ല, പിന്നീട് പഠിച്ചെടുക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഡോക്ടേഴ്സിന് തന്നെ കൃത്യമായിട്ട് അറിയില്ല. പല സ്ഥലത്തും കുറേശ്ശൊക്കെ ചെയ്യുന്നുണ്ട്. അത് പക്ഷേ കാലിലൂടെയാണ് ചെയ്യണേ. അതിന് മാസത്തിലൊരു കേസ് ഒക്കെ ചെയ്താലായി. നമ്മൾ ചെയ്യുന്നത് ചിലപ്പോൾ 50 കേസ് 70 കേസ് 100 കേസൊക്കെയാണ് ഒരു മാസം നമ്മൾ ചെയ്യുന്നത്. ഒരു ദിവസം തന്നെ 4-5 പേഷ്യൻസ് ഉണ്ടാവും. പിന്നെ പല സ്ഥലത്തുനിന്നും വരും. ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നുണ്ട്, ദുബായിൽ നിന്ന് വരുന്നുണ്ട്, അങ്ങനെ പല സ്ഥലത്തുനിന്നും പേഷ്യൻസ് വരുന്നുണ്ട്. മിക്കവാറും ട്രിവാൻഡ്രത്ത് നിന്ന്, കാസർഗോഡ് നിന്ന്. ഈ ലെവലിൽ ചെയ്യുന്നത് അങ്ങനെയാണ്. കയ്യിലൂടെ നമ്മൾ ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്. പിന്നെ ഇപ്പോൾ നമ്മളിപ്പം ആസ്റ്റർ മദർ ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനിപ്പോൾ ദുബായിലും ഒമാനിലും പോകുന്നുണ്ട്. അപ്പോൾ അവിടെ തുടങ്ങിയിട്ടുണ്ട്, ചെയ്യുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ഇന്നലെ ദുബായിലായിരുന്നു, ഇന്ന് രാവിലെ എത്തിയിട്ടുള്ളൂ. ദുബായ് ആസ്റ്ററിലും ഒമാൻ ആസ്റ്ററിലും പോകുന്നുണ്ട്. പിന്നെ ഇപ്പോൾ വേറൊരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ഇപ്പോൾ ഇത് മെഡിസപ്പിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഗവൺമെൻറ് ആൾക്കാർക്കൊക്കെ മെഡിസപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഇൻഷുറൻസ്, ഗവൺമെൻറ് ഇൻഷുറൻസ് ഉണ്ട്. ആ മെഡിസപ്പിൽ ഇത് കിട്ടും, എല്ലാ ഇൻഷുറൻസുകാർക്കും കിട്ടും, മെഡിസപ്പുകാർക്കും കിട്ടും. അപ്പം പേഷ്യൻസിനും കുറേ ആശ്വാസമാണ്. അതിപ്പോൾ മെഡിസപ്പിൽ നമ്മൾ ഇതല്ലാത്ത വേറെ വെരിക്കോസ് വെയിനിൻ്റെ ഒരു പുതിയ പ്രൊസീജിയർ നമ്മൾ ചെയ്യുന്നുണ്ട്, വെനാസിൽ എന്ന് പറഞ്ഞിട്ട്, അത് കിട്ടുന്നുണ്ട്. അതേപോലെ ഇതേപോലെ പ്രോസ്റ്റേറ്റിന് മൂത്രതടസ്സമുള്ള ആൾക്കാർക്ക് ആണുങ്ങൾക്ക് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട്, അതിന് കിട്ടുന്നുണ്ട്. പൈൽസിൻ്റെ ഒരു പ്രൊസീജിയർ ചെയ്യുന്നുണ്ട്, അതിനും കിട്ടുന്നുണ്ട്. ഇതിനൊക്കെ മെഡിസപ്പ് കിട്ടുന്നുണ്ട്, ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ട്യൂബ് എടുക്കുന്നത് കാണിച്ചു തരാം. അപ്പോൾ നേരത്തെ നമ്മൾ ഇട്ട ട്യൂബാണ്, അത് എടുത്തു, പണി കഴിഞ്ഞു. ഇനിയിപ്പോൾ ആ ട്യൂബും കൂടി എടുത്താൽ പേഷ്യൻ്റെ റൂമിൽ പോകും. ഇപ്പോൾ ഒരു വയറുവേദന ഉണ്ടാവും, എന്തായാലും കുറച്ചൊരു ചെറിയൊരു വയറുവേദന ഉണ്ടാവും. അല്ല, അതിന് നമ്മൾ MRI എടുക്കും. പേഷ്യൻ്റ് ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അൾട്രാസൗണ്ടായിട്ട് റിപ്പോർട്ടായിട്ട് വന്നാൽ നമ്മൾ MRI എടുക്കും. MRI എടുക്കുമ്പോൾ നമുക്ക് ആ ഫൈബ്രോയിഡിൻ്റെ ഉൾഭാഗം മുഴുവൻ കാണാം. അപ്പോൾ അതിൽ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ നമ്മൾ ടീമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നമുക്കിവിടെ റേഡിയോളജിസ്റ്റ് ഉണ്ട്, അതേപോലെ ഗൈനക്കോളജിസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇൻവോൾവ് ചെയ്തിട്ടാണ് കാണുന്നത്. അപ്പോൾ റേഡിയോളജിസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കും, ഈ പ്രോബ്ലം ഉണ്ട്, അപ്പോൾ ഈ കേസ്, അപ്പോൾ നമ്മൾ ഗൈനക്കിന് വിടും. അവർ ചിലപ്പോൾ ബയോപ്സി വേണമെന്ന് പറയും, ബയോപ്സി എടുക്കും. ഒരു 99% കേസിൽ ഇതൊന്നും ആവശ്യം ഉണ്ടാവില്ല. നേരെ MRI എടുക്കുന്ന നോർമലാണ്, നേരെ പ്രൊസീജിയർ നമുക്ക് കിടക്കാം. അങ്ങനെ ഇപ്പോൾ ഈ ഫൈബ്രോയിഡ് ഇപ്പോൾ പ്രധാനമായിട്ട് ഒരെണ്ണം ഉള്ളത്. അപ്പം ഒരുപാട് ഫൈബ്രോയിഡ് ഉണ്ടെങ്കിലും ഈ ഒറ്റ പ്രൊസീജിയറിൽ കഴിയും. ഈ രക്തോട്ടത്തിൽ നിന്ന് തന്നെയാണ് എല്ലാ ഫൈബ്രോയിഡിലേക്കും പോകാം. അപ്പോൾ നമ്മൾ ഓരോന്നിലേക്കും ഇഞ്ചെക്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ആ ഒറ്റ ഇഞ്ചക്ഷനിൽ തന്നെ എല്ലാ ഫൈബ്രോയിഡും നമുക്ക് ശരിയാക്കി എടുക്കാം. അപ്പം പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ആശ്വാസമാണ്. പേഷ്യൻ്റ് പരിപാടി കഴിഞ്ഞു. ഡോക്ടർ ഗഗനും എത്തിയിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മളുടെ ഫുൾ ടീം. ഡോക്ടർ മുസ്തഫയാണ് മിസ്സിംഗ് ഉള്ളത്. ഡോക്ടറും ചെയ്യും, എല്ലാവരും ചെയ്യും. നിങ്ങളൊരു അനുഭവം പറഞ്ഞു, ഇതെങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു വേദന ഉണ്ടായിട്ടുള്ളൂ. സുഖമല്ലേ? ഇപ്പോൾ കുഴപ്പമില്ല, സുഖമായി. എത്ര പെട്ടെന്ന് കഴിയുമെന്ന് വിചാരിച്ചില്ലല്ലോ? ഇല്ല, കുറേ ടെൻഷൻ അടിച്ച്, പക്ഷെ വിചാരിച്ചില്ല. എല്ലാവരും ഭയങ്കര വയറുവേദന ഉണ്ട്, അതാണ് പേടി. പിന്നെ കൈ കടയും എന്നാണ് പറയുന്നത്, കടച്ചിലുണ്ടാവും. അപ്പം അങ്ങനെ ഒന്ന് ചോദിച്ചിട്ട് ഡോക്ടറോടൊന്ന് ഇതേമാതിരി ഒരു വീഡിയോ ഇറക്കുമ്പോൾ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആയിക്കോട്ടെ. കൈ കടച്ചിലൊന്നും ആർക്കും ഉണ്ടാവാറില്ല, വളരെ അപൂർവമായിട്ട് ഉണ്ടാവുള്ളൂ. അത് ഇതേറ്റ് ബന്ധമില്ലാത്ത കൈ കടച്ചിലാണ് പലപ്പോഴും ഉണ്ടാവുക. ആൻജിയോഗ്രാമിനേക്കാളും ചെറിയ ട്യൂബാണ് നമ്മളിതിന് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് തന്നെ കൈ കടച്ചിൽ വരില്ല കേട്ടോ. ശരി. ഒരുപാട് ആൾ ഇത് ചെയ്യാൻ കാത്തിരിക്കുന്നവരുണ്ട്, ഈ ഒരു പേടി കൊണ്ട് വരാതിരിക്കണം. പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മളും ഈ ഇങ്ങനെ വീഡിയോസൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് സമാധാനം കിട്ടാനാണ്, പേടിക്കണ്ട എന്നുള്ളൊരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ശരി, ഓക്കെ.
അപ്പോൾ എന്നെപ്പോലെ ഈ ഒരു കാര്യം അറിയാത്ത ഒരുപാട് പേർക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യൂസ്ഫുൾ ആവട്ടെ. അപ്പോൾ ഇനി നമ്മുടെ ഡോക്ടറിന് എന്താണ് നമ്മുടെ വ്യൂവേഴ്സിനോട് പറയാനുള്ളത്? ഈ ഒരു റിലേറ്റഡ് ടോപ്പിക്ക് വെച്ചിട്ട് എന്താ പറയാനുള്ളത്? പ്രധാനമായിട്ടും ഫൈബ്രോയിഡ് എന്ന് പറഞ്ഞ അസുഖത്തിനെ കുറിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. ആൾക്കാർക്ക് പേടിയാണ്. മുഴ വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ പേടിയാണ്. പേടിക്കേണ്ട ആവശ്യമില്ല. മിക്കവാറും ഫൈബ്രോയിഡിന് കുഴപ്പമുണ്ടാവില്ല. അതിനൊന്നും ചികിത്സിക്കാൻ വേണ്ട. പേഷ്യൻ്റ് പറഞ്ഞ പോലെ പേഷ്യൻ്റെ ലൈവ് എക്സ്പീരിയൻസ് ആണ് ഇപ്പോൾ നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പേഷ്യൻ്റ് പറഞ്ഞ പോലെ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. അതൊക്കെ ഇപ്പം ഈ ഒരു വീഡിയോ കണ്ടതിലൂടെ നിങ്ങൾക്കത് തെറ്റിദ്ധാരണകളൊക്കെ മാറിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഈ 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ആ പ്രൊസീജിയർ കഴിഞ്ഞ് അപ്പം മിക്കവാറും ആൾക്കാർക്ക് ചികിത്സ ആവശ്യം വരില്ല. ചികിത്സ ആവശ്യം വരുന്ന ആളുകളിൽ ഫൈബ്രോയിഡ് എംബലൈസേഷൻ വെച്ചിട്ട് തന്നെ ഈ സിംറ്റംസ് ഉള്ള ആൾക്കാരെ നമുക്ക് ചികിത്സിച്ച് ശരിയാക്കാവുന്നതാണ്. ഒറ്റ ദിവസത്തെ പ്രശ്നമേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് ജീവിതത്തിൻ്റെ രസങ്ങളും ആ ക്വാളിറ്റിയും കളയാതിരിക്കുകയാണ് നല്ലത്. അപ്പോൾ ഈ ഒരു സംഭവം എല്ലാവരും കണ്ടല്ലോ. ഈ ഒരു വീഡിയോ എടുക്കാൻ വരുന്നവരെ എനിക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ എങ്ങനെയാണ്, എന്താ സംഭവം എന്നൊക്കെ, ഇത്ര സിമ്പിളാണെന്നൊക്കെ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ വന്ന് അത് കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് അത്രയും ഒരു ആത്മവിശ്വാസം വന്നു. സംഭവം അടിപൊളിയാണ്, അടിപൊളി ട്രീറ്റ്മെൻ്റ് ആണ്. പിന്നെ അത് ട്രീറ്റ് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു ടീമല്ലേ, ഈ തഹസിൻ സാറും അതുപോലെ സുഹൈൽ മുഹമ്മദ് സാറും കൂടിയുള്ള ടീമാണല്ലോ. അപ്പോൾ എന്തായാലും അതിൽ ഒട്ടും തന്നെ മോശം വരില്ല എന്നുള്ളൊരു ഉറപ്പുണ്ടാവുമല്ലോ, നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടാവുമല്ലോ. അതെന്തായാലും അവിടെ വന്നപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു റിലേറ്റഡ് ട്രീറ്റ്മെൻറ്റായിട്ട് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് വന്ന് നോക്കുക കേട്ടോ. നിങ്ങൾ എന്തായാലും ഇങ്ങനെ അസുഖമുള്ളവരെ ഒന്ന് വന്ന് നോക്കുക കേട്ടോ. അപ്പോൾ ഇവരാണ് ആ ഒരു ട്രീറ്റ്മെൻറ്റിലെ ഫുൾ ടീം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്യാവശ്യം പേർക്ക് യൂസ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നോക്കാം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ. താങ്ക് യു.